അന്നെ അങ്ങനെ ഉപദ്രവിക്കുന്നിടുന്ന്. അല്ല മാള് കൂട്ടിട്ട് വന്നാലും നാണക്കേടല്ലേ നീ എന്നാ പറയുന്നേ? നടക്കടമ്മ വലുത് ഞാനെല്ലാം. അച്ഛനും അമ്മക്കും എല്ലാവർക്കും നിങ്ങളെ കാര്യം മാത്രമല്ല. 2 ദിവസം ഇതെല്ലാം ഉണ്ടാവും, പിന്നെ അതെല്ലാം അങ്ങ് ശരിയായിക്കോളൂ. എങ്ങനെയെങ്കിലും നീ അവിടെ പിടിച്ചു നിൽക്ക്, അനക്ക് അത്രേ പറയാനുള്ളൂ. ഇവിടുന്ന് ഏട്ടനും അമ്മയെല്ലാം എന്നെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നുണ്ട്. ശരി, അഡ്ജസ്റ്റ് ചെയ്യണോ അല്ലേ? അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ നിൽക്ക്. ശരി എന്നാല്. ഹലോ, എന്നാ പറഞ്ഞോളെ. എടിയിട്ടേ പണിസ്ഥലത്ത് എത്ര തവണ ഞാൻ പറഞ്ഞു കേട്ടാ, എനിക്ക് പഠിക്കണം, ഒരു ജോലി ആക്കണം, കല്യാണം ഇപ്പൊ വേണ്ടെന്ന്. എന്നാ നിന്റെ പ്രശ്നമോ? എനിക്കിവിടെ പറ്റുന്നില്ല ഏട്ടാ. ഞാൻ അമ്മേനെ വിളിച്ച് അച്ഛനെ വിളിച്ച് എത്രോട്ടും പറഞ്ഞിട്ടുണ്ട്, ഏട്ടനോട് ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്കൊട്ടും പറ്റുന്നില്ല എന്ന്. നീ ഒരു കാര്യം മനസ്സിലാക്കണം കേട്ടോ, നിന്നെ എത്ര കഷ്ടപ്പെട്ട് നമ്മളെ കെട്ടിച്ച് വിട്ടണ്, നീ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേ. എല്ലാരും ഇതാ പറയല്ലേ അഡ്ജസ്റ്റ്മെന്റ്. ഞാൻ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആരും ഒന്നും ഏട്ടാ മനസ്സിലാക്കാത്തത്. എല്ലാം ശരിയാവും, എല്ലാ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ട്, 2 ദിവസം കൊണ്ടെല്ലാം ശരിയാവും. നിമിഷ, ഞാൻ എത്ര പറഞ്ഞിട്ടും ആരും എന്നെ മനസ്സിലാക്കുന്നില്ലാണ്. അമ്മേനെ വിളിച്ചു, ഏട്ടനെ വിളിച്ചു, എല്ലാവർക്കും നാണക്കേട്. അഡ്ജസ്റ്റ് ചെയ്യും, ഇത് മാത്രമേ പറയാനുള്ളൂ. എന്നെ അവരൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ, എന്നെ ഒന്ന് കൂടെ കൂട്ടിയിരുന്നെങ്കിൽ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് പോയി പഠിച്ച് നല്ലൊരു ജോലിയാക്കി സ്വന്തം കാലിൽ നിൽക്കുവാനാണ്. പക്ഷെ എൻ്റെ അവസാന പ്രതീക്ഷ പോയി. ഇനി വിഷമിച്ചിട്ട് എന്നാടെ കാര്യം? പോകേണ്ടത് പോയില്ലേ? ആത്മഹത്യ ചെയ്യാൻ മാത്രം എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്ക്? എന്തെല്ലോ പ്രശ്നങ്ങളുണ്ട് സുധിയേട്ടാ. ഓൾ ഇങ്ങനെ ചെയ്യുന്ന മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ലേശം അങ്ങനെയാണ് നിങ്ങൾ കൂട്ടിക്കൂടി എന്നോട്. അമ്മയും എന്നെ എല്ലാവരും വിളിച്ചിരുന്നു സുധിയേട്ടാ. പക്ഷെ കല്യാണം കഴിഞ്ഞ് പോയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ കൂട്ടുമ്പോൾ നാണക്കേടല്ലേ, അത് വിചാരിച്ചാൽ നമ്മൾ കൂട്ടാതെയായിരുന്നു. നാണക്കേടൊന്നും വിചാരിക്കണ്ടേനും, നിങ്ങൾ പോയിട്ട് കൂട്ടി വന്നാൽ മതിയാണ്. ഇനിയിപ്പോൾ കൂട്ടാൻ പറ്റിയില്ലേ, നിങ്ങളൊന്ന് പോയിട്ട് അന്വേഷിച്ചാൽ മതിയാണ്. ഓൾ ഏറ്റവും വലിയ ആഗ്രഹം സുധിയേട്ടാ, പഠിച്ചൊരു ജോലിയായിട്ട് കല്യാണം മതിയെന്ന്. പിന്നെ നിങ്ങളെന്താ തിരക്കിട്ടയച്ചിന്? സർക്കാർ ജോലി വേണ്ടായിരിക്കുമല്ലേ? സർക്കാർ ജോലിയല്ല സുധിയേട്ടാ, അത് വിട്ടലേണ്ടെന്ന് വിചാരിച്ച്. ഇന്നത്തെ കാലത്ത് സർക്കാർ ജോലിയൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. പെൺകുട്ടികൾ പഠിക്കട്ടെ, പഠിച്ചൊരു ജോലി സമ്പാദിക്കട്ടെ, അതിന് ശേഷം മതി കല്യാണം. ഇതുപോലത്തെ അവസ്ഥകളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ളൊരു ധൈര്യം അതുണ്ടാവും. എൻ്റെ പങ്കക്ക് പറ്റുപോലത്തെ അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ. എന്നാൽ ഞാൻ പോട്ടെടാ, ഞാൻ പിന്നെ വരാം. മോളെ വാ, നമുക്ക് പോകാം.